ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം. 12 രാശിയിലുള്ള 27 നക്ഷത്രക്കാരുടെ 2024 മാർച്ച് മാസത്തിലെ നക്ഷത്രഫലം. ആദ്യമായി നമുക്ക് ഈ മാസത്തെ ഗ്രഹസ്ഥിതി ഒന്ന് പരിശോധിക്കാം. പ്രധാനപ്പെട്ട ഗ്രഹങ്ങളായ ഗുരു മേടത്തിലും, ശനി കുംഭത്തിലും, രാഹു മീനൻ രാശിയിലും, കേതു കന്നിയിലും, ആദിത്യൻ കുംഭം മീനം എന്നീ രാശികളിലുമായും സഞ്ചരിക്കുന്നു. കുജൻ മകരം കുംഭം എന്നീ രാശിയിലും, ബുധൻ കുംഭം മീനം മേടം എന്നീ രാശികളിലുമായും സഞ്ചരിക്കുന്നു. ശുക്രൻ മകരം കുംഭം എന്നീ രാശിയിലും സഞ്ചരിക്കുന്നതിനാൽ 27 നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ഗുണദോഷങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. മേടക്കൂർ അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം. ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ഭൂമി വാങ്ങുന്നതിനും ക്രയവിക്രയം ചെയ്യുന്നതിനും യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളിൽ വിജയമുണ്ടാവും. സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ടാവും. അവിവാഹിതർക്ക് വിവാഹസിദ്ധി പ്രതീക്ഷിക്കാം. സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ നല്ല വിജയം കൈവരുന്നതായിരിക്കും. കലാരംഗത്തുള്ളവർക്ക് പുരസ്കാരങ്ങളോ അംഗീകാരങ്ങളോ ലഭിക്കാം. കർമ്മരംഗത്ത് ഉയർച്ചയും ഉദ്യോഗക്കയറ്റവും ശമ്പളവർധനവും ഉണ്ടാകുമെങ്കിലും അവിചാരിതമായി ധനം ചെലവഴിക്കേണ്ടി വന്നേക്കാം. ദോഷപരിഹാരമായി ഭഗവതിക്ക് നെയ്വിളക്കും കുങ്കുമാർച്ചനയും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക. ഇടവക്കൂർ കാർത്തിക മുക്കാൽ രോഹിണി മകീരത്തിൻ്റെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ അലസത വരുവാൻ സാധ്യതയുണ്ട്. നഷ്ടപ്പെട്ടു എന്ന് കരുതിയിരുന്ന രേഖകൾ കൈവശം വന്നു ചേരും. വരവിൽ കൂടുതൽ ചെലവ് അധികരിച്ചിരിക്കും. നിസ്സാര കാര്യങ്ങൾക്ക് പോലും ധനം ചെലവഴിക്കേണ്ടി വരും. ഊഹക്കച്ചവടത്തിൽ നഷ്ടം വരുവാൻ സാധ്യത കാണുന്നു. കലാപ്രവർത്തനം അംഗീകരിക്കപ്പെടും. ജോലിയുമായി ബന്ധപ്പെട്ട് ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ബിസിനസ്സിൽ ലാഭനഷ്ടങ്ങൾ തുല്യമായി തീരുന്നതാണ്. ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട കാലഘട്ടമാണ്. ബന്ധുക്കളുടെ ഇടയിലെ അനൈക്യം പറഞ്ഞു തീർക്കുവാൻ പറ്റും. ദോഷപരിഹാരമായി അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ ത്രിമധുരം, നെയ്വിളക്ക്, ഭാഗ്യസൂക്തം എന്നിവ നടത്തിക്കൊള്ളുക. മിഥുനക്കൂർ മകയിരത്തര തിരുവാതിര പുണർദം മുക്കാൽ. വിദ്യാർത്ഥികൾക്ക് വിദ്യാവിജയമുണ്ടാകും. കർമ്മരംഗത്ത് സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാം. തൊഴിൽപരമായി ഉണ്ടായിരുന്ന അലച്ചിൽ കുറയും. വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം സാധ്യമാകും. കുടുംബത്തെ ഐക്യവും സമാധാനവും ഉണ്ടാവും. വാഗ്ദാനങ്ങൾ ഭംഗിയായി നിറവേറ്റാൻ സാധിക്കും. ജോലി അന്വേഷിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരും. കർത്തവ്യബോധം കുറയും. എന്നാലും ആത്മവിശ്വാസത്തിൻ്റെ ബലത്തിൽ കാര്യവിജയമുണ്ടാവും. ജോലി മാറുന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് നല്ല അവസരങ്ങൾ ലഭിക്കും. ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ധാര, മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി, കുവളമാല എന്നിവ നടത്തിക്കൊള്ളുക. കർക്കിടകക്കൂർ പുണർദാവസാന പാദം, പൂയം, ആയില്യം. സർക്കാരിൽ നിന്ന് കിട്ടുവാനുള്ള ആനുകൂല്യങ്ങൾക്ക് കാലതാമസം നേരിടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ തരണം ചെയ്യുവാൻ പറ്റും. സന്താനങ്ങൾ മൂലം ഗുണഫലങ്ങൾ കിട്ടും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കാൻ പറ്റും. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ തടസ്സങ്ങൾ വരുവാൻ സാധ്യത കാണുന്നു. വാഹനം, യന്ത്രം, അഗ്നി എന്നിവ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത പാലിക്കുക. ഊഹക്കച്ചവട വിപണിയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ നിക്ഷേപം പരമാവധി കുറയ്ക്കുന്നതാണ് നല്ലത്. ദൂരദേശയാത്ര ആവശ്യമായി വന്നേക്കാം. അധ്യാപകർ, മാധ്യമപ്രവർത്തകർ, സാഹിത്യകാരന്മാർ എന്നീ രംഗങ്ങളിലുള്ളവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി ശ്രീ ധർമ്മശാസ്താവിന് എള്ളുപായസവും നീരാഞ്ജനവും നടത്തിക്കൊള്ളുക. ഇങ്ങക്കൂർ മകം പൂരം ഉത്രങ്കാൽ. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മികവ് പുലർത്തുവാൻ സാധിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാവും. സർക്കാർ ജീവനക്കാർക്ക് പ്രമോഷനും സ്ഥലമാറ്റവും ഉണ്ടാവും. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നല്ല ഗുണങ്ങൾ ലഭിക്കുകയും ഉദ്യോഗത്തിൽ
സ്ഥിരത കൈവരിക്കുവാൻ കഴിയുകയും ചെയ്യും. തൊഴിൽ രംഗം വികസിപ്പിക്കും. പുതിയ കരാറുകൾ ഒപ്പുവെക്കും. സജ്ജനങ്ങളുടെ പിന്തുണ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഭൂമിയിൽ നിന്നും നല്ല ആദായം ലഭിക്കും. നിക്ഷേപങ്ങളിൽ നിന്ന് ആദായം പ്രതീക്ഷിക്കാം. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും അർഹമായ പിന്തുണ ലഭിക്കും. ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല, അവൽ നിവേദ്യം എന്നിവ നടത്തിക്കൊള്ളുക. കന്നിക്കൂറ്. ഉത്രം മുക്കാൽ, അത്തം, ചിത്തിരയുടെ ആദ്യ പകുതി. വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. സാമ്പത്തിക ക്ലേശങ്ങൾ ഉയരാം. കടബാധ്യതകൾ വലച്ചേക്കാം. സർക്കാർ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാവും. ഉദ്യോഗസ്ഥർക്ക് അധികാരികളുടെ അപ്രീതി നേരിടേണ്ടി വരും. സ്ഥാനക്കയറ്റവും വൈകിയേക്കാം. ആരോഗ്യപരമായ കാര്യങ്ങളിൽ അശ്രദ്ധ വരുത്തരുത്. പുതിയ ചികിത്സാരീതികൾ സ്വയം അവലംബിക്കുകയും അരുത്. ജീവിതശൈലി രോഗങ്ങൾക്ക് പരിശോധന വേണ്ടിവരും. സുഹൃത്തുക്കളും ബന്ധുക്കളുമായുമുള്ള ബന്ധങ്ങളിൽ സങ്കീർണതകൾ അനുഭവപ്പെടും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതിപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. തുലാക്കൂറ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം മുക്കാൽ. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനമുണ്ടാവും. സർക്കാർ കാര്യങ്ങളിൽ അലച്ചിലുണ്ടാവും. ബിസിനസ്സുകാർക്ക് പുതിയ കരാറുകൾ നേടുവാനും മറ്റുമായി ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും. ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ ഉത്തരവാദിത്തങ്ങളുണ്ടാവും. അധ്വാനഭാരം അല്പം കൂടിയേക്കാം. തൊഴിൽ രംഗത്ത് പുതിയ പരിഷ്കാരങ്ങൾ കൊണ്ടുവരികയും അതുമൂലം നേട്ടമുണ്ടാക്കാൻ പറ്റുകയും ചെയ്യും. കടബാധ്യത തീർക്കാനുള്ള ഉദ്യമത്തിന് വിജയം കാണും. ധനകാര്യം, ബാങ്കിങ് എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ദോഷപരിഹാരമായി സുബ്രഹ്മണ്യ സ്വാമിക്ക് പാലഭിഷേകവും കുമാരസൂക്തവും നടത്തിക്കൊള്ളുക. വൃശ്ചികക്കൂറ്. വിശാഖം അവസാന പാദം, അനിഴം, തൃക്കേട്ട. ജോലി സംബന്ധിച്ച് കൂടുതൽ അധ്വാനമുണ്ടാവും. നവസംരംഭങ്ങളിൽ ആശാവഹമായ പുരോഗതി വന്നെത്തും. വിദ്യാർത്ഥികൾ ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടും. ആഡംബര വസ്തുക്കൾ സ്വന്തമാക്കാൻ വരവിലധികം ചെലവാവും. പുതിയ കൂട്ടുകെട്ടുകൾ ഗുണകരമാവും. കടബാധ്യത പരിഹരിക്കാനുള്ള ശ്രമം കുറച്ചൊക്കെ വിജയിക്കും. തൊഴിൽ രഹിതർ ജോലിയിൽ പ്രവേശിക്കാൻ കുറച്ചുകൂടി കാത്തു നിൽക്കേണ്ടി വരും. ബിസിനസ്സുകാർക്ക് നേരിയ ലാഭം പ്രതീക്ഷിക്കാം. കാർഷിക രംഗത്തുള്ളവർക്ക് പ്രതീക്ഷിച്ച ഗുണം കിട്ടുകയില്ല. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ലഭിക്കും. ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ ഗുരുതിപുഷ്പാഞ്ജലിയും കടുംപായസവും നടത്തിക്കൊള്ളുക. ധനുക്കൂറ്. മൂലം, പൂരാടം, ഉത്രാടം കാൽ. തൊഴിൽ രംഗത്ത് ഗുണകരമായ ചില മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. യാത്രകൾ കൊണ്ട് തൊഴിലിൽ നേട്ടങ്ങൾ കൈവരുത്തുവാൻ കഴിയും. കരാർ പണികൾ സ്ഥിരപ്പെട്ട് കിട്ടാൻ സാധ്യതയുള്ള കാലഘട്ടമാണ്. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ നല്ല തീരുമാനം ഉണ്ടാവും. രാഷ്ട്രീയ രംഗത്തുള്ളവർ എതിർപ്പുകളെ തൃണവൽഗണിക്കും. വ്യവഹാരങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കുന്നതാണ് നല്ലത്. ട്രാവൽ, ടൂറിസം, കല, കായികം എന്നീ രംഗങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ദോഷപരിഹാരമായി മഹാഗണപതിക്ക് അപ്പനിവേദ്യവും കറുകമാലയും നടത്തിക്കൊള്ളുക. മകരക്കൂറ്. ഉത്രാടം മുക്കാൽ, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി. തൊഴിൽ പുരോഗതിക്ക് വായ്പാ സഹായം പ്രയോജനപ്പെടുത്തും. വാഹനം, ഗൃഹം, ഓഫീസ് എന്നിവ മോടി പിടിപ്പിക്കും. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടും. പൊതുപ്രവർത്തകർക്ക് അനുയായികളുടെ പൂർണ്ണ പിന്തുണ സിദ്ധിക്കും. വിദ്യാർത്ഥികളുടെ പഠനത്തിന് രക്ഷിതാക്കളുടെ പ്രോത്സാഹനം കരുത്താവും. ഊഹക്കച്ചവടങ്ങളിൽ ധനനഷ്ടം വരാൻ സാധ്യത.
നിക്ഷേപങ്ങളൊന്നും ഈ സമയത്ത് നടത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. ആഡംബരത്തിലൂടെ ചെലവ് അധികരിക്കും. അസമയത്തുള്ള യാത്രയും സാഹസങ്ങളും ഒഴിവാക്കുന്നതാവും നല്ലത്. ദോഷപരിഹാരമായി ഭഗവതിക്ക് നെയ്വിളക്കും കുങ്കുമാർച്ചനയും നടത്തിക്കൊള്ളുക. കുംഭക്കൂറ്. അവിട്ട അവസാന പകുതി ചതയം പൂരുരുട്ടാതി മുക്കാൽ. ഉദ്യോഗസ്ഥർക്ക് കൃത്യനിർവഹണത്തിൽ ചില ക്ലേശങ്ങളുണ്ടാവാം. ഭൂമി സംബന്ധിച്ച ക്രയവിക്രയങ്ങളിൽ ചെറിയ കാലതാമസം നേരിടും. പ്രൊഫഷണൽ രംഗത്തുള്ളവർക്ക് വെല്ലുവിളികളെ അഭിമുഖീകരിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. മുൻകൂട്ടി തീരുമാനിച്ച യാത്രകൾ മാറ്റിവെക്കപ്പെടാം. വ്യാപാര രംഗത്തെ മാന്ദ്യം പരിഹരിക്കാൻ പുതുവഴികൾ കണ്ടെത്തും. കുടുംബാംഗങ്ങളുമായി കൂടിയാലോചനകൾ നടത്താതെ തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് കുടുംബത്ത് അനൈക്യങ്ങൾക്ക് വഴിവെക്കും. വിദ്യാർത്ഥികളുടെ പഠനക്ലേശം, പരീക്ഷാ പേടി എന്നിവയ്ക്ക് വിദഗ്ധോപദേശം തേടേണ്ടി വരും. വസ്തുക്കളെ സംബന്ധിച്ച വ്യവഹാരം തീർപ്പാകാതെ നീണ്ടുപോകും. ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ തുളസിമാലയും തൃക്കൈവണ്ണയും നടത്തിക്കൊള്ളുക. മീനക്കൂറ്. പൂരുരുട്ടാതി അവസാന പാദം ഉത്രട്ടാതി രേവതി. ഗൃഹത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഉദ്യോഗസ്ഥർക്ക് സ്വന്തം നാട്ടിലേക്ക് സ്ഥലം മാറ്റം കിട്ടാൻ അല്പം കൂടി കാത്തിരിക്കേണ്ടതായി വന്നേക്കാം. പുതിയ സംരംഭങ്ങളെക്കുറിച്ച് ചിന്തിക്കും. കരുതി വച്ചിരുന്ന ധനം മറ്റ് ചില കാര്യങ്ങൾക്കായി വകമാറ്റി ചെലവഴിക്കേണ്ടി വരും. വിദേശത്ത് പോകാൻ തയ്യാറെടുക്കുന്നവർക്ക് അനുമതി വേഗം ലഭിക്കും. ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭം പ്രതീക്ഷിക്കാമെങ്കിലും ക്രയവിക്രയങ്ങളിൽ നല്ല കരുതൽ വേണം. ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസ നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക.